ഇന്നൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നാളെ എത്രയെന്ന് ശശിയായിട്ട് വല്ല വിചാരമുണ്ടോ? എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഈ രൂപത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വിചാരിക്കാത്തതല്ലേ എന്റെ സുന്ദരി. സുന്ദരി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. രാത്രിയാകുമ്പോ യവന സുന്ദരി, നേരം വെളുക്കുമ്പോ കാനന സുന്ദരി, ഒക്കെ ചീത്ത സിനിമകളുടെ പേരുകളാ എനിക്കറിയാം. അല്ലേലും ഞാൻ ഇത് കേൾക്കണം. കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറമായിരുന്നു. അയ്യോ, തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂവെങ്കിലും ആള് വാരാമാ ചെറ്റയാ. ഈ കല്യാണം മുടക്കാൻ സ്ട്രോങ് ആയിട്ടൊന്ന് നിന്ന് തന്നാ മതിയായിരുന്നു. നിനക്ക് എന്തിന്റെ സുഖേടാ? എടാ, ഞാനൊരു അംബാനി ആവുന്ന നിനക്ക് ഇഷ്ടമല്ല. ഞാൻ എന്ന് നിന്റെ കൂടെ ഇങ്ങനെ ഇമ്പാനിയായിട്ട് നടക്കാം. ഹൈ, ഞാൻ എന്ത് ചെയ്തു? എടാ, പിന്നെ നീ എന്താ ഞങ്ങളുടെ പ്രണയം കണ്ടില്ല നടിക്കുന്നത്? നീ ആരെ സ്നേഹിക്കുന്നു? അത് പറയടാ. ഇവിടുത്തെ ദേവിയെ, കിഴക്കേടത്തെ ചെക്കനുമായി നീ കല്യാണം ഉറപ്പിച്ച ദേവിയെ എനിക്കിഷ്ടമാണ്. നീ ദേവിയെ? അല്ല, അതിന് അവൾക്ക് നിന്നെ ഇഷ്ടായോ? ഇഷ്ടമാണ് എന്നാര് പറഞ്ഞു? ഞാനും പറഞ്ഞു, അവളും പറഞ്ഞു. എടാ, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും ദേവി, പോയി ചോദിച്ചു നോക്ക്. ദേ, ഇപ്പൊ അവള് മുകളിലുണ്ട്. ചെന്ന് ചോദിച്ചു നോക്ക്. വെൽക്കം ഹോം. എന്താടാ, നിന്നെ പോലീസ് പിടിച്ച? എന്നെ പോലീസ് പിടിച്ചതല്ല, ഞാൻ പിടികൊടുത്തതാ. എന്തിന്? പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ. കൂടെ ഉള്ളവന്മാർക്ക് ഞാൻ ശമ്പളം കൊടുക്കാത്തോണ്ട് അവന്മാരെന്ന് വളഞ്ഞിട്ട് ഇടിച്ചോണ്ടിരിക്കല്ലേ. കടക്കാര് വേറെയും. ആട്ടെ, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. പോലീസ് പിടിക്കുന്നതിന് മുമ്പ് അത് കഴിച്ചായിരുന്നു. ഞാൻ അപ്പോഴും കഴിച്ചിട്ടില്ല. ഹലോ മിസ്റ്റർ വാരൻ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തുവാ? രാത്രിക്ക് എന്താ മീനാക്ഷി കഴിക്കാൻ? ആദ്യമേ ഇപ്പൊ കഴിച്ചാ തൊണ്ടേന്നൊന്ന് ഇറങ്ങട്ടെ, അപ്പോഴത്തേക്ക് രാത്രി എന്താ കഴിക്കാൻ? മനുഷ്യനെ നാണം കിടത്താൻ വേണ്ടി മുതൽ എന്റെ അസിസ്റ്റന്റ്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. ദിവസക്കൂലി 500 രൂപ. എന്താണോ പണി? ഞാനൊരു കോടീശ്വരിയായ പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു. അതിന് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ആരാണ് പെൺകുട്ടി? പുറത്തു പറയരുത്. അത്രക്ക് മോശക്കാരിയാണോ? ഐ മീൻ ടമാർ പെടാ ഠേഠോ? അല്ലെന്ന്. ഈ റിസോർട്ടിന്റെ ഉടമസ്ഥ കോടീശ്വരിയായ രാജമല്ലിക. രാജമല്ലിക അല്ല, രാജമല്ലികയുടെ ഒരേ ഒരു മകൾ രാജലക്ഷ്മി. 3 മാസം ആശുപത്രിയിലായിരുന്നു. ഈ കാണുന്ന തണ്ടും നെടിയൊക്കെ ഉള്ളൂ, അകം മുഴുവനും പഞ്ചറാ. അതൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാലോ. ഇവൻ ഏതാ? ഞാൻ കൊക്കോ. കണ്ടിട്ട് നിർണായയുടെ ലുക്ക്. അതെങ്ങനെ കണ്ടു? ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും. കുഞ്ഞമ്മയുടെ മോളും ഗ്യാപ്പ് കളിക്കാൻ പോകും. ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ. കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്ന് മറിഞ്ഞു. 3 മാസം ആശുപത്രിയിലായിരുന്നു. ഈ കാണുന്ന തണ്ടും നെടിയൊക്കെ ഉള്ളൂ, അകം മുഴുവനും പഞ്ചറാ. അതൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാലോ. ഇവൻ ഏതാ? ഞാൻ കൊക്കോ. കണ്ടിട്ട് നിർണായയുടെ ലുക്ക്. അതെങ്ങനെ കണ്ടു? ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും. കുഞ്ഞമ്മയുടെ മോളും ഗ്യാപ്പ് കളിക്കാൻ പോകും. ഇപ്പൊ തീരം കളിയാ. पापा, ये मर्द कौन होते हैं? बेटा, जो घर की जिम्मेदारी संभालता है, जिसका घर में हुक्म चलता है. अच्छा, मैं भी मम्मी की तरह मर्द बनूंगा. जोर का झटका है जोरों से. கட்டிக்கிறதுக்கு உனக்கு என்ன தகுதி இருக்கு? ஐஐடி கரக்பூர்ல எம்டெக் முடிச்சிட்டு ஆக்ஸ்போர்ட் யூனிவர்சிட்டியில எம்பிஏ பண்ணிட்டு வந்திருக்கேன். யோ, நீ ஒரு மொள்ள மாதிரி, நான் ஒரு முடிச்சவு. உள்ள போன ஒண்ணு பிரச்சனை ஆயிடுற. எதுக்கு பிரச்சனை? ஏன் பிரச்சனை? என்ன காரணத்துக்காக பிரச்சனை வருதுங்கிற? உள்ள போனா உத கொஞ்சம் ஜாஸ்தியா உழுந்துன்னு வையே. ஐயோ அம்மா அப்படின்னு ஒரு சவுண்ட கொடு. சவுண்ட் கட்ட நீ உள்ள சப்போர்ட்டுக்கு வருவீல்ல? நான் எதுக்கு சப்போர்ட்டுக்கு வர்றேன்? அவன் எதுக்கு சவுண்ட் கொடுக்க சொன்ன? உத என்ன ரேஞ்சில உழுகுது? ஒத்தாள் உதைக்கிறாரா இல்ல குடும்பமே சேர்ந்து மொத்தமா உதைக்கிறான்னு தெரிஞ்சுக்கிறதுக்காக இந்த சிக்னல். ഹലോ, ഏ പയ്യൻ, ഇങ്ങോട്ട്. എന്താ? ഗ്ലാഡ് മീറ്റ് യു. എന്താ പേര്? കൊച്ചുവാസു. മുഖത്തെന്താ ഭാഗ്യരേഖ പോലൊരു പാട്? നാക്ക് പിടിക്കാൻ നേരത്ത് ഇറുക്കിലും ഉണ്ടതാണേ. അപ്പൊ തൊലിക്കെട്ടി തീരെ കുറവാണല്ലേ? ആ സാറ്, ഞാൻ കണ്ണപ്പൻ, ടെസ്റ്റർ കണ്ണപ്പൻ. ടെസ്റ്റവാ? എന്ത് സാധനവും ടെസ്റ്റ് ചെയ്യും. ഓഹോ, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങ് തന്നാ മതി. 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് പറയും. ഞാൻ കുറെ ആളായി ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പഞ്ചസാര ഉണ്ടോന്നൊരു. ഓ, അതിട്ട് കുറഞ്ഞാൽ സാരമില്ല, വേഗം എടുത്തുണ്ടാ, ചൂടാറാതെ. പറ്റിയൊരു ചെറിയ പാത്രം വേണമല്ലോ. ചെറിയ പാത്രം തന്നെ, വലിയ പാത്രം തന്നെ ആയിക്കോട്ടെ. വേദില്ലു ചൂടാറാതെ. ഒരു അത്യാവശ്യം വന്നുകൊണ്ടാണ് എന്റെ പോക്കറ്റ് ഞാൻ 500 അടിച്ചു പറ്റിയത്. അതല്ലടാ പോർക്കെ. പിന്നെ ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിനാ? അതാണ് നല്ല പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടാ കരുത്? അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം?
മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? ഞാൻ അളിയെന്ന് ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല ഏതൊരു താടി പിശാച്ച് വർമ്മേ കുർമ്മേ എന്ത് ഡിസൈൻ ആരുടെ ബുക്കിലുണ്ടായിരുന്നാണ്. വിട്ടുകളിയാണ് നിന്നെ എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. മറ്റേ പോപ്പിന്റെ കൂടെയുള്ള സെൽഫിയിലെ പോത്തെ അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ. ഇനി ഞാൻ ഉരിയൽപ്പം ചെയ്യൂല. ഞാൻ ഒരുപാട് മീറ്റിംഗിലാണ്. അതെ 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 ഓക്കേ. എവിടെയോ നമ്മൾ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. ബട്ട് ഐ ആം എ കോടീശ്വരൻ. കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളി എന്ന് വിളിക്കും. ആരെ? എന്നെ. ഓ സർ, ഓർഡർ പ്ലീസ്. ആള് മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാ ഓടുന്നത്? സർ ഓർഡർ പ്ലീസ്, ഞാനൊന്ന് ഓർഡർ ചെയ്യട്ടെ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? മല മല, കുഞ്ഞിന്റെ പേര് മല. മലയല്ലടാ, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 14 അടി നടന്നില്ലേ? സ്റ്റോറി ഒട്ടും വിശ്വസനീയമല്ല. ഇത് നേരിട്ട് കാണാതെ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നേ. ഓഹോ, അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. അതെ, ശരി. തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. അതല്ലല്ലോ. മാണി ഇങ്ങോട്ടെന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാനേ കേരള ടുഡേ MD-യുടെ വൈഫിന്റെ വളരെ അടുത്തൊരു ബന്ധുവാ. മുറയ്ക്കണ്ട നിൽക്കാൻ പറ്റില്ല. എന്താണോ ഇവിടെ? എന്ത് പറ്റി? ഇയാൾക്കെന്തൊരു മൂഡ് ഔട്ട് പോലെ? ഔട്ടാണ് സാറേ. മൂട് മാത്രമല്ല, മൂടും അതിന്റെ നെയ്ബേഴ്സും ഒക്കെ ഔട്ടാണ്. ആരാ പറഞ്ഞ ഇവിടുത്തെ പിശാചികൾ ആണുങ്ങൾ ഉപദ്രവിക്കുന്നത്? ആണാണെന്ന് തെളിയിക്കാൻ ആകെ ഉണ്ടായതും കൂടി കരിഞ്ഞു പോയി. പൊക്കി വെച്ചിരുന്നോണ്ട് ഭാഗ്യത്തിന് മുണ്ട് മാത്രം കത്തിയില്ല. ഇയാൾ എന്തൊക്കെ പറയുന്നത്? ഇയാൾ എന്തിനാ വന്നത്? എന്റെ കല്യാണം ക്ഷണിക്കാൻ. എന്നിട്ട് ക്ഷണിക്കുന്നില്ല? ഇനി എന്ത് ക്ഷണിക്കാൻ? എന്റെ അടിവേര് വരെ കത്തിപ്പോയില്ലേ. ബിരിയാണിക്ക് കൊടുത്ത അഡ്വാൻസ് വരെ വേസ്റ്റ് ആയി. എന്റെയോ ജീവിതം പോയി. സ്നേഹം കൊണ്ട് പറയാ, ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ. ചെകുത്താന്റെ കോട്ടയുടെ ചെകുത്താന്റെ കോട്ട. ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാത്ത ഏതെങ്കിലും ആരാജക്കന്മാരുണ്ടാവോ? ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവുമോ ഇട്ടുണ്ണാനെ? ആയേക്കും. മിക്കവാറും മഹാറാണിമാരാണ്. കോലയിട്ട് നിൽക്കാൻ പോണോ? പോലോ? ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ. ആ കിളവന്റെ സന്തതിക്ക് പോകാൻ. സന്തതിയാ? മറ്റേ പദ്ധതിയില്ല, പദ്ധതി. എന്ത്? 70-ാം വയസ്സിലെ 16 അടിയന്തര ചടങ്ങ്. സപ്തതി. അങ്ങനെ പറയാം. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി. കാശ് നോക്കില്ല. അതെ, എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വീട് പൂട്ടി താക്കോലായിട്ട് അങ്ങോട്ട് വന്നാ മതി. ഓ, കള്ളന്മാരെ ശല്യമുള്ള സ്ഥലം. ഓക്കെ. അയ്യോ എന്റെ അമ്മോ, ചുമ്മാതല്ല കാരണവന്മാര് പറയുന്നത്. ജെട്ടി ഇട്ടിട്ടേ പാന്റ് ഇടാവൂന്ന്. ഇനി സിബൂരാൻ നേരത്തെ ഒരു കരച്ചിൽ ഉറപ്പാ. ചാക്കോ അല്ല, സഞ്ചി. ഞാൻ ചാക്കോ കേറ്റി. ഞാൻ സഞ്ചി ഇറക്കി. കൊള്ളാലോ കളി. അടുത്തത് പോലത്തെ. എന്റെ പേരാണ് ചാക്കോ കേറ്റി. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയതിന്റെ പേരെന്തോന്ന്? ചക്കരമേന്ന. നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. എന്റെ അച്ഛന്റെ കയ്യിൽ നിങ്ങൾ എന്ത് വാങ്ങിച്ചോ അതെനിക്ക് മടക്കി തരണം. നിന്റെ അച്ഛൻ 2 മാങ്ങാണ്ടേ ഞാൻ കാണുന്നു. എടാ തിണ്ടി നക്കി കഴിവേറി പിശിക്കൻ തോന്നോട് അവിടെ നിന്ന് ചോദിക്കണം. അതെന്റെ അച്ഛനാ. എന്താ വായിന്ന് പെട്ടെന്ന് വരുന്ന മാതിരി പറ. തുപ്പല്. നല്ലൊരു പേരുണ്ട്. നീ ഉറങ്ങാൻ പോവാണോ? അല്ല, തലകുത്തിക്കാൻ പോവാ. കിടന്നുണ്ടോ? ആ, പുതിയ രീതിയാ. എടാ കുട്ടാ. എന്തടാ പൊട്ട? എടാ, ആദ്യം ഉടക്കാൻ, പിന്നെ പ്രണയം. ഈ രജനീകാന്ത് പടങ്ങളുടെ രീതി വെച്ച് ഇളയ കാന്താരി നിനക്ക് വിടുമെന്ന് ഉറപ്പാ. കല്യാണം മുടങ്ങി നിൽക്കുന്ന ആ മൂത്ത കാന്താരിയെ എനിക്ക് വീഴ്ത്തണം. അതിനെന്താടാ ഒരു വഴി? നടക്കുമ്പോ ഇടങ്കാലിട്ട് വീഴ്ത്തിയാ മതി. അല്ലെങ്കിൽ പഴുത്തുലിട് നടുനലി വീണോളൂ. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ. അവളെ ഞാൻ എന്റെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരട്ടെ. കുട്ടാ, അവള് വരുന്നുണ്ടടാ. ഭ്രാന്തളയ വിത്ത് കളയ പോലെ. കണിയാരല്ലേ? അതെ, ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. നോക്കിക്കോളൂ. 2:30 മണിയായി. പോയിക്കോളൂ. ഓ, സന്തോഷമായി. അതല്ല, ഒരു കല്യാണത്തിന് പൊരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്ന. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്ന. ഇതിനൊക്കെ പകല് വന്നുകൂടെ? സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ചെറുക്കന് മിഡ് നൈറ്റിലാ സെറ്റപ്പ് ആയത്. നാളെ ഏർലി മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ഷടപടേന്നായിരുന്നു. എന്താന്ന്? നമ്മൾ ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നേ. എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു. മതിയായിരുന്നു. വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞ്. കണിയാൻ സാറോ അങ്ങനെ പറയരുത്. വിവരങ്ങളൊക്കെ ഇത് പറയും.
മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. മഹാലക്ഷ്മി ആരാ മോള ഭാര്യ ഇരിക്കുമല്ലേ? താൻ പോയോ? ഞാനിപ്പോ സാർ, അയ്യോ എന്റെ കണ്ണി കുത്തിയേ, അയ്യോ. ശബ്ദം കേൾക്കുന്നത് താഴേന്നാണല്ലോ. അത് കണ്ണി കുത്തിയ വേദന കൊണ്ട് കുനിഞ്ഞു പോയതാണ് സാറേ. താൻ ഇരുന്നോളൂ. വേണ്ട സാറേ, ഞാനിവിടെ നിന്നോളാം. ആ സാറിന് കുടിക്കാൻ ചായയോ അതോ ക്യാപ്പിയോ? ഡീസന്റ് ആയിട്ട് ഒരു ചായ ആയിക്കോട്ടെ. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ, നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞല്ലേ. ആ സാറിന് വിത്തോ അതോ വിത്തൗട്ടോ? വിത്തൗട്ട് ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എനിക്കും വിത്തൗട്ടാ ഇഷ്ടം. ഈ ചൂടുകാലത്ത് വിത്തൗട്ടാണ് സാർ നല്ലല്ലേ, അല്ലേ സാറേ? ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്ത് ഇറങ്ങുന്നു. ഇപ്പൊ എന്താ ചെയ്യാ? ഇനി ബോധം വന്നവരെ വെയിറ്റ് ചെയ്തി. ഗ്ലൂക്കോസ് പകുതിയായി. എടാ, ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ, നീ ആരാണ്, എന്താണ്, ഊരും കൂടി എവിടെയാണ്, കാശപ്പ തരും, എത്ര നേരമാണോ ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയടാ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ? ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. കൊച്ചുനാൾ മുതലുള്ളതാ. എന്തിനാ സാറേ സ്റ്റേഷനിൽ കയറുമ്പോ അണ്ടർവെയറിൽ നിർത്തുന്നേ? സിനിമയിലും അങ്ങനെ തന്നെയാ. ഇതുപോലെ ചോദ്യം ചെയ്യാനാണെങ്കിൽ പാന്റ് ഷർട്ടും ഇട്ട് ചോദ്യം ചെയ്ത. ഇയാളിപ്പോ ചെല്ല്. ഇല്ല, ഞാൻ അതുകൂടി ഇറങ്ങിട്ടേ പോകുന്നു. നന്നായി പുഷ്കര സാർ. എന്താ സംശയമൊക്കെ മാറിയോ? എല്ലാ സംശയവും തീർന്നു. സത്യസന്ധമായേ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാ ഉണ്ണികൃഷ്ണ? നീ അതൊക്കെ അവിടെ നിർത്തിയേ. എടാ, ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി, പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല? ഇല്ല. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ആ, അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ? അപ്പൊ അതൊന്നുമല്ല. ആലിലയിൽ കിടക്കും ചൊറിയാമ്പുഴു. പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. നീല നിറത്തിലുള്ള വേണ്ട വേണ്ട, എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ.